അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ശവ്വാൽ മാസം കഴിഞ്ഞു, ദുൽഖഅദ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. ദുൽഖഅദ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ നമ്മിലേക്ക് വരുന്ന വെള്ളിയാഴ്ച രാവ്. ആ രാവിൽ വളരെ കുറഞ്ഞ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതും മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കുന്നതുമായ ഒരു ആത്മീയ വഴിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ ഈ വീഡിയോ മുഴുവനായും കണ്ട ശേഷം ഇതിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. അല്പം കണ്ട് പ്രവർത്തിച്ചാൽ കൃത്യമായി ചെയ്യേണ്ട രൂപം കേൾക്കാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരും ഒരു ലൈക്ക് തരികയും ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ധാരാളം സമ്പത്ത് ലഭിക്കുന്നതും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുന്നതുമാണ്. നാളെ രാവ് ഇശാ നിസ്കാര ശേഷം സുബഹിക്ക് മുമ്പായി ഏതെങ്കിലും ഒരു സമയത്ത്, ഇനി അഥവാ നാളെ രാവ് കഴിയുന്നില്ലെങ്കിൽ ദുൽഖഅദ് മാസത്തിലെ ഏതെങ്കിലും വെള്ളിയാഴ്ച രാവ് ഉപയോഗപ്പെടുത്തുക. നല്ല നീയത്തോടുകൂടെ ശരീരവും വസ്ത്രവും ശുദ്ധിയാക്കി പരിപൂർണമായ ഒരു വുളൂ ചെയ്ത് ഖിയാമുൽ ലൈലിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം അതേ സ്ഥലത്ത് തന്നെ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആദ്യമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഈ സ്വലാത്ത് 3 വട്ടം ചൊല്ലുക. അതിനുശേഷം നാം നിസ്കാരത്തിൽ സാധാരണ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്തും 3 വട്ടം ചൊല്ലുക. അതിനുശേഷം ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ പറയുന്ന അൽ ബഖറ സൂറത്തിലെ 25-ാമത്തെ ആയത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. صدق الله العظيم. എന്ന ആയത്ത് 66 വട്ടം ഓതുക. ഓരോ വട്ടം ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയ ശേഷം ഈ ആയത്ത് ഓതുക. അങ്ങനെ 66 വട്ടം ബിസ്മിയും ഓതേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അദീം എന്ന് ചൊല്ലിയ ശേഷം യാ റസ്സാഖു യാ കരീം, യാ റസ്സാഖു യാ കരീം, യാ റസ്സാഖു യാ കരീം അക്രിംനാ മിൻ കറമിക വരിസ്ഖിക എന്ന് 3 വട്ടം ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇത്രയും ചെയ്ത ശേഷം അല്ലാഹുവിനോട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ
സമ്പത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്പത്തിന് വേണ്ടി, അതല്ല നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശത്തിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ധാരാളം സമ്പത്ത് നാം വിചാരിക്കാത്ത ഭാഗത്ത് കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശ്വാസത്തോടുകൂടെ പരിപൂർണമായ ഉറപ്പോടുകൂടി ഈ പ്രവൃത്തി ചെയ്തു നോക്കുക. ഇത് ഒന്നിനും കഴിയാത്ത വളരെ പാവപ്പെട്ട ദരിദ്രരാണ് ഓതുന്നതെങ്കിൽ അവരെപ്പോലും അല്ലാഹു തആല ധനികനാക്കും. ഉദ്ദേശിച്ച ഏത് കാര്യവും അവനിക്ക് അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഹലാലായ സമ്പത്ത് നമുക്ക് ധാരാളം നൽകുകയും അത് അവൻ കൽപ്പിച്ച വഴിയിൽ ചെലവഴിക്കാനുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പ്രവൃത്തി ചെയ്ത് നിങ്ങൾക്ക് ഫലം ലഭിച്ചാൽ നിങ്ങളും കമന്റിൽ കൂടെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.